രണ്ട് ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സുന്ദരിയായ പെൺകുട്ടി വന്നാൽ എന്ത് സംഭവിക്കും? പ്രശ്നമാകും. എന്നാ ഇവിടെ കുറച്ച് പ്രശ്നം നടക്കാൻ പോവുകയാണ്. പ്രശ്നം നടത്താനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് തിരുവമ്പാടി ആൻഡ് ബിജു പുഴിയൂർ. ഹലോ, എടാ എനിക്ക് കല്യാണം ഒന്നും വേണ്ട. ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ്. അത് ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുന്ന. ഞാൻ എൻ്റെ അമ്മാവിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും. എടാ കല്യാണം കഴിച്ചാൽ നമ്മളെ സകല ഫ്രീഡവും പോകും. ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ അവളുടെ അനുവാദമില്ല സിനിമയ്ക്ക് പോകാൻ പറ്റൂ. അല്ല നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി വേണ്ട അങ്ങോട്ടൊന്ന് കാണാൻ പറ്റണമെങ്കിലോ നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ. നീ അതും പറഞ്ഞ് എന്നെ അങ്ങോട്ട് നീ ഒരു കാര്യം ചെയ്യും. നീ റെഡിയായിട്ട് ഇങ്ങനെ പോന്നാൽ മതി. നീ റെഡിയായിട്ട് വാ. ബാക്കി വരുവോ? ശരി എന്നാ ഓക്കെ. നല്ല പഞ്ചാ കേറി വരാൻ പറ്റുന്നതേ. എനിക്കിത് വരണമാണ്. എനിക്കിത് വരണം. എനിക്കിത് വരണം. അപ്പൊ ഇതൊക്കെ പുറത്ത് കഴിയിട്ട പോരെ? ഈ വീടിനകത്താണോ കഴിയുന്നത്? ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം ഞാനാണ് ഇവിടുത്തെ തുണി മൊത്തം കഴിയുന്നത്. നേരടാ അതുകൊണ്ട് ഈ പരിക്കാത്തിട്ടാ മതി. നിന്നെ ഇത്രയുള്ള പരുവത്തെ എനിക്ക് കിട്ടിയതാ. എന്റെ അച്ഛനും അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. അന്ന് മോനെ ഇവന്റെ നിക്കർ ഉൾപ്പെടെ ഞാനാന്ന് കഴിക്കുന്നത്. സത്യം പറഞ്ഞ അന്ന് ഇവൻ കുഞ്ഞായിരുന്നപ്പോ ഇവന്റെ നിക്കർ നായങ്ങ വീഴുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലാന്നോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കമ്പിളി പതിപ്പ് കഴിയുന്ന പോലെ ഇവന്റെ നിക്കർ ഞാൻ. ഇതിനെന്നാ കാരണം എന്താ? ഇവിടെ പെങ്കൊച്ചില്ലാത്തോണ്ടാണ്. ഇനി അടുത്ത തുടങ്ങി. നിനക്ക് 35 വയസ്സായോ? ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്താ കേൾക്കാത്ത? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം വേണ്ട. ഒന്നും കൂടെ പറഞ്ഞേക്കാം. കല്യാണം വേണ്ട. എന്തായാലും വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ മതി. ഈ അടുക്കളപ്പണി സഹകരണം ഞാനാ ചെയ്യുന്നത്. ആ അടുക്കള കിടന്ന് ഞാൻ പുക തിന്നുവാ. ഞാൻ അറിയോ? ഞാൻ സത്യം പറഞ്ഞ എന്റെ ദേഹത്ത് മൊത്തം പുകയകത്ത്. ഞാൻ ബാത്റൂമിൽ കയറി ഇരിക്കുമ്പോ എന്റെ ചെവിക്കകത്തുനിന്ന് പുക പോകും. അടുക്കളയിലെ പുക. ആൾക്കാർ പറയാൻ ഞാൻ ബീഡിയും മരിച്ചോണ്ടാ ബാത്റൂമിനകത്ത് ഇരിക്കുന്നതെന്ന്. അങ്ങനത്തെ അവസ്ഥയിലിരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയാം, കുഞ്ഞാ നീ ഒരു കല്യാണം കഴിക്കാം. സാമ്പത്തികപരമായിട്ട് ഞാൻ സെറ്റ് ആകട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കാം. ആകും. എന്റെ ചിലവ് ഇപ്പോഴും കഴിയുന്ന നീ സാമ്പത്തികപരമായിട്ട് നീ സെറ്റ് ആകും. എടാ കല്യാണം കഴിച്ചാൽ എന്തോ കുഴപ്പം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കല്യാണം കഴിച്ചാൽ ഫ്രീഡം പോകും. എടാ ഞാൻ നിനക്ക് എന്തിനാ പേടി? നിന്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു. നിന്നെ അമ്മ മറ്റേ രാജേഷ് കല്യാണം കഴിച്ചു. നിന്റെ പേരുള്ള രാജേഷ് കല്യാണം കഴിച്ചു. ആ ചാച്ചാങ്കൻ കല്യാണം കഴിച്ചു. പിന്നെ ആ സെൽവരാജ് കല്യാണം കഴിച്ചു. നിനക്കറിയാവോ ആ മനു കുമ്പാരി എന്ന് പറഞ്ഞ അവൻ കല്യാണം കഴിച്ച അവന് 3 പിള്ളേരുണ്ട്. 3 പിള്ളേരുണ്ട് അവന്. പിന്നെ മനു കുമ്പാരി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാങ്കടയ്ക്ക് അവരുടെ 2 പിള്ളേരുണ്ടാവും. അവിടെ നീ എന്താ പറയുന്നത്? പിന്നെ അവൻ കല്യാണം കഴിച്ച എടാ നിന്നെ ഇത്രയുള്ള പരുവത്തിൽ നിന്റെ തന്തേന്നല്ലേ എന്റെ പെങ്ങളും അളിയനോണ്ട് എന്നെ ഏൽപ്പിച്ചാ. ഞാൻ ചോദിച്ചു എന്തിനാ അവനെ എനിക്ക് ഏൽപ്പിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അപ്പൊ അളിയനൊരു കൂട്ടാവും. അത് തന്നെയല്ല ഞങ്ങൾക്ക് ഒത്തിരി 10-16ഓളം പിള്ളേരുണ്ട്. എല്ലാവരെ കൂടെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മയ്ക്ക് 10-16 പിള്ളേരുണ്ട്. പണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അകത്തോട്ട് കയറാനൊക്കത്തില്ല. കാരണം ഈ പെരുമ്പാവൂര് ഈ റബ്ബർ തടി വെട്ടിക്കൊണ്ട് തടി ഇങ്ങനെ അടുക്കി ലോറിക്കകത്ത് കൊണ്ടുപോകത്തില്ലേ, അതുപോലെ ആ പിള്ളേർ കട്ടിലേരി ഇങ്ങനെ അടുക്കടി കിടക്കുന്നത്. പോരാട്ട് ഈ 1000 ഞവരക്കഴി കെട്ടിയിട്ടേക്ക് തൊട്ടിനകത്ത് വേറെ 2 അത്രയും കൂടെ എന്നെ ഏൽപ്പിച്ച് വെച്ചാ നീ ഒറ്റടുത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കല്യാണം കഴിച്ചാ എനിക്ക് അമ്മാവനോടുള്ള സ്നേഹം കുറയും. എന്തൊരു സ്നേഹം കുറയും? അത് പറയും ഇല്ലെന്ന്. ഇടാ അത് നമ്മൾ അവളെ അതുപോലെ സ്നേഹിക്കണം. മനസ്സിലായി? പല വീട്ടിലും ഉണ്ടാകുന്ന അമ്മായിമ്മ പോരും പ്രശ്നങ്ങൾ ഇതാണ്. വരുന്ന പെങ്കൊച്ചിനെ സ്വന്തം മോളായിട്ട് കാണത്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ അമ്മായിമ്മ പോര്. നീ അവളെ കൊണ്ടുപോവാ, ബാക്കി ഞാൻ പിന്നെ ഞാനത് കൈകാര്യം ചെയ്യുക. ഞാനങ്ങനെ ചെയ്യും. നീ അതുകൊണ്ട് ഞാൻ എനിക്കൊരു ദേഷ്യം കയറിയ ഇന്നെങ്കിൽ ഇന്ന് നാളെയെങ്കിൽ നാളെ മര്യാദയ്ക്ക് ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ടോ എനിക്ക് അടുക്കള കന്ന് പോയി അമ്മയ്യ. നിനക്കൊരു ധാരണയുണ്ട് എന്നെ ഞാൻ ഇച്ചിരി ഞരമ്പെന്ന് നാട്ടുകാർ പറയുന്നു. അത്ര വലിയ ഞരമ്പൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ലല്ല. നിനക്ക് എന്നെ വിശ്വാസമില്ല. ഒരു അന്യ പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടെടുത്താൽ ഇവർ എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാ. നീ ഒരു കാര്യം എന്നോട് വഴക്കിട്, എന്നെ ഇറക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നീ കല്യാണം കഴിച്ച പെങ്കൊച്ചിനെ കൊണ്ടുപോടാ, എന്നിട്ട് കട്ടപ്പെടുത്താതെ. ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ? കല്യാണം കഴിക്കണം. ശരി, ഞാൻ കല്യാണം കഴിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഡിമാൻഡ് എനിക്കുണ്ട്. എന്താ ഡിമാൻഡ്? എനിക്കൊരു പെണ്ണുമായിട്ട് ഇഷ്ടമുണ്ട്. അങ്ങനെ പഠിക്കുവാ അത് വാ. എനിക്ക് അതല്ലേ പറഞ്ഞു. അതല്ലേ നീ വേണ്ട 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 എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഞാൻ അവളെ ഇവിടെ കൊണ്ട് ഒരാഴ്ച നിർത്തും. എന്നിട്ട് അമ്മാവൻ അവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കത്തില്ല. ഈ ലോകത്തെ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കത്തില്ല, ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. സമ്മതിച്ചോ? അപ്പൊ നീ പറയുന്നത് നിനക്ക് പെങ്കൊച്ചിന് ഇഷ്ടമുണ്ട്. എനിക്കൊരു പെങ്കൊച്ചിന് ഇഷ്ടമുണ്ട്. അവളെ ഇവിടെ ഒരാഴ്ച കൊണ്ട് നിർത്തും. അവളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അവളെ നീ കല്യാണം കഴിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ലോകത്തുള്ള ഒരാളെ കല്യാണം കഴിക്കില്ല. സമ്മതിച്ചോ? ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അമ്മാവ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ എടാ പ്രശ്നമില്ല. കൊച്ചിനോട് വരാൻ പറയണം. അങ്ങനെങ്കിൽ അങ്ങനെ പെങ്കൊച്ചിനോട് വരാൻ പറയാനും. അവള് വരും. എപ്പോ? അവളിപ്പോ വരും. ഇപ്പൊ വരുമോ? ഞാൻ ഇതൊക്കെ പറഞ്ഞ അമ്മാവനെ പറയാൻ പറ്റില്ല. അയ്യോ ഇവിടെ ഒരു പെങ്കൊച്ച് ഹെയറോയിന്റെ മണം ഈ വീട്ടിലടിക്കാൻ മോനെ. എനിക്ക് സന്തോഷം. ഒരു കാര്യം ചെയ്യും, ഞാൻ കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ഒരു പാലും
എടാ ഒരു പെങ്കൊച്ചു വരുമ്പോ ഒരു ചായ ഇട്ട് കൊടുക്കണ്ട. ഞാൻ പോകുന്നു. വേണ്ട ഞാൻ പോവാം. അവള് വരുമ്പോ നീ ഇവിടെ കാണണം. അതാ പറഞ്ഞ ഞാൻ പോയിട്ട് വരാം. ഏട്ടത് പറഞ്ഞു ഞാൻ പോന്ന് പറഞ്ഞു. നീ ഈ തുണി എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ കേട്ടോ. ദൈവമോ എന്തായിത്തീരുമോ എന്തോ. എത്തിയടാ ആ വാങ്ങിട്ട്. അയ്യോ ഇത് എന്നാ കൈയിട്. ഞാനൊരു കാര്യം പറയാം. 2 പിള്ളേരുടെ തന്തയാണ് ഞാൻ. നിന്റെ ഒരൊറ്റ കാര്യം കൊണ്ട് നീ ആവശ്യപ്പെട്ടോണ്ട് മാത്രമാണ് ഞാൻ പെൺവേഷം കെട്ടിയതെന്ന് അറിയാവോ? എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാനുള്ളതാ. പിള്ളേരെ കൊണ്ട് ഞാൻ ടൂർ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. എനിക്കാണ് കല്യാണം കഴിക്കേണ്ട. സത്യം പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പൊ നീ അമ്മാവനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവന്റെ ഒക്കെ. ഞാനൊരു പെണ്ണിവിടെ വിളിച്ചു വരുത്തും. അവക്ക് അമ്മാവന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ അവളെ കല്യാണം കഴിക്കും. ഇല്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ എനിക്ക് കല്യാണം ഇല്ല. ഒരു പെണ്ണ് ഞാൻ കല്യാണം കഴിക്കത്തില്ല. അതൊക്കെ ഞാൻ നീ ഒരു കാര്യം അപ്പൊ നീ ചെയ്യേണ്ടതെന്നറിയോ? അമ്മാവനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക. അതൊക്കെ ഞാൻ ചെയ്യാന്ന്. നിന്നെ ഇഷ്ടമല്ല എന്ന് അമ്മാവൻ പറയണം. നിന്നെ ഇവിടുന്ന് ഇറക്കി വിട് എന്ന് അമ്മാവൻ പറയണം. അതൊക്കെ ഞാൻ ഏറ്റ്. നീ അകത്ത് പോയിട്ട് ഗ്ലാസ് 2 വെള്ളമൊക്കെ എടുത്തിട്ട് വാ. ഞാനേ മേടിച്ചോ. ഞാൻ അര എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു അരയുണ്ട് എന്റെ കയ്യിൽ. നീ അതൊക്കെ എടുത്തിട്ട് വാ. വല്ലാത്ത ക്ഷീണം. പോയിട്ടോ നീ പോയിട്ടോ. അയ്യോ ഇന്ന് അടിച്ച് മറിഞ്ഞ അവന്റെ ചെലവില് ഞാൻ കാലിലാണെങ്കിൽ പണി ചെയ്ത് സിമന്റ്. രാജേഷേ രാജേഷേ ഓ രാജേഷേ ഓ ഇതാണ് നമ്മളിതൊരു തറവാടിത്തോള ഫാമിലിയാണ്. അപ്പൊ ഈ കാല് പൊക്കി കട്ടിലെ വെച്ച് ഇങ്ങനെ അതൊന്നും ഇവിടെ നടക്കത്തില്ല. അവളോട് പറ. കാല് താത്തി നോക്കി നമ്മുടെ ഒരു തറവാടാണ്. അമ്മാവനൊന്നും ഇഷ്ടമല്ല. ഇതാണ് എന്റെ അമ്മാവൻ. ഞാൻ പറയാറില്ലേ അമ്മാവൻ. കാല വീഴ്. ഇവിടുത്തെ പിള്ളേരല്ലടാ ചിലപ്പോ അതൊന്നും അറിഞ്ഞോണമെന്നില്ല. നമ്മൾ പഴമക്കാരെ എനിക്കത് അറിയാം. അമ്മാവനാണോ ഷേവില്ലെന്നാ കൊച്ചിന് എനിക്കറിയാലോ കാര്യം. ഇവിടെ വന്നതല്ലേ അമ്മാവൻ അവളായിട്ടൊന്ന് സംസാരിക്കും. ഇന്നത്തെ ചായ എന്റെ കൈ കൊണ്ട്. കണ്ടോ ഒരു പെങ്കൊച്ച് വന്ന് കയറിയപ്പോ അവനങ്ങ് അടുക്കളൊക്കെ പറഞ്ഞ ഏറ്റെടുത്ത്. അതല്ല ഇന്നത്തെ ചായ എന്റെ സ്പെഷ്യല്. അവള് വന്ന സന്തോഷത്തിന് നമ്മളിവിടെ ഒരു പുതിയ സംഭവം തുടങ്ങുമല്ലോ. അതിനിപ്പോ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പോവില്ലേ? ഞാൻ പറഞ്ഞേ മുഖകര കേടാതിരണം കേട്ടോ. പിന്നെ ഞാൻ പിന്നെ അവനല്ലേ? അതെ അമ്മ രാജേഷേ എന്നാമോ തൊടയെന്ന് കാലെടുക്കാൻ പറ. തൊടയെന്ന് കാലെടുത്ത് അമ്മാവൻ ഒറ്റക്കാലനായി പോകത്തില്ലേ? നമ്മുടെ കാലെടുക്കാൻ പറ. നമ്മുടെ കുടുംബത്തിൽ ചേർന്നതല്ല. അല്ല കാലെടുത്ത് നേരെ പുതിയ പിള്ളേരുടെ ഓരോരോ ന്യൂ ജനറേഷൻ. രാജേഷേ ജിമ്മിന് പോകും. ആരോഗ്യം ശ്രദ്ധിക്കുന്ന പെൺകുട്ടികളെ എനിക്കിഷ്ടമാണ്. അങ്ങനെ വേണം നമ്മുടെ തറവാടിന്റെ. കേട്ടോ ഞാൻ ചായ എടുത്തേ. നീ സംസാരിക്കണം. ഞാൻ ചായ എടുക്കാം. ഞാൻ ചായ ഇടാമോ? ഇത് എന്റെ സ്പെഷ്യൽ അല്ലേ? എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ? പേരെന്തായിരുന്നു? എന്റെ പേര് ശരണ്യ. ഓ ശരണ്യ രാജേഷ്. എന്റെ മരുമോന് ചേർന്ന പേര്. എവിടാ മോന്റെ വീട്? എവിടാ? ഞാന് എറണാകുളത്താ. ഓ എറണാകുളത്ത് അടുത്ത് തന്നെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും 2 പിള്ളേരും. രാജേഷേ ഭാര്യയും 2 പിള്ളേരും വന്നു. വീട്ടിലാരെന്ന് ചോദിച്ചപ്പോ ഭാര്യ എന്ന് പറഞ്ഞാലേ ഒരു അച്ഛന്റെ അമ്മ ഭാര്യയാണല്ലോ. പിന്നെ അവരുടെ 2 മക്കള് ഇവിടുത്തെ ഓരോ
ഓരോരോ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഓരോ ഞാൻ ചായ ഇടാം, ഞാൻ ചായ ഞാനിടാ അമ്മാവ. അമ്മാവന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യല്ലേ ഇത്? അതെ എന്റെ കൊച്ചു വന്നേക്കുമല്ലേ ഇവിടെ? അതെ. അതെ, അതെ, അതെ. ഓക്കേ, ഞാൻ വരാം. അയ്യോ അയ്യോ എന്റെ കണ്ണിൽ ഐലാഷ് പോയി. മറ്റേ നീലത്താമരയിലെ നായകനാ അത് കൈലാഷ്, ഇത് ഐലാഷ്. അയ്യോ ഊരുത്ത. രാജേഷേ, രാജേഷേ, കൊച്ചിന്റെ കണ്ണിലാണ്ട് പോയാ ഊതിക്കൊറ. ഞാനിവിടെ അടുപ്പിൽ ഊതും അമ്മാവ. അടുപ്പിൽ ഞാൻ ഊത്തില്ലടാ, നീ വന്ന് കണ്ണൂതിക്കൊറ. അമ്മാവനെ ഊതി കൊടുക്കണം. ഊരുത്ത, ആരെങ്കിലും ഊരുത്ത. അയ്യോ നീ കണ്ണു കാണാൻ പറ്റില്ല, ആരെങ്കിലും വാ. ഒന്ന് ഊരുത്ത. അയ്യോ ഊരുത്ത. പോയില്ല 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 പോയില്ല. അയ്യോ കണ്ടു തീർന്ന്. ആദ്യമായിട്ടാ ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടും. വേറെ അങ്ങനെ ഇല്ല. മരുമോനോട് പറയരുത്, അവന് വിഷമോ. അതുകൊണ്ടാ ഇനി അങ്ങനെ ഇല്ല. ഇല്ല ഇല്ല, പറ്റിപ്പോകും. രാജേഷിന്റെ അമ്മാവനാണെന്നല്ലേ പറഞ്ഞത്? രാജേഷിന്റെ അമ്മാവനാണ്. പക്ഷേ കണ്ട നടൻ ദിലീപേട്ടനെ പോലെ ഇരിക്കുന്നത്. പരിഹസിക്കരുതിട്ടോ. അയ്യോ ബാക്കിങ്ങനെ തിരിഞ്ഞപ്പോഴേ കറക്റ്റ് ലാലേട്ടൻ. എന്താ ചെയ്യാ? അങ്ങനെയൊന്നും ഞാൻ പറയണ്ട കേട്ടോ. കറക്റ്റ് ലാലേട്ടനെ പോലെ ഇരിക്കുന്നു. രാജേഷേ, നീ ചായ ഇട്ടിട്ട് വരുന്നില്ല മതി. എന്റെ ബാഗ് ആ ബാക്കി താത്തൂക്ക. ഞാന് ഒരു കാര്യം ചെയ്യുന്നാറേ, അടുക്കലോട്ട് ചെല്ല, അവനെ ഒന്ന് സഹായിക്കേ. അതല്ല എന്റെ ഒരു മര്യാദ. ഏതാ മോള് ചെല്ല, മോള് ചെല്ല. എന്തൊരു പെങ്കൊച്ചറാ ഇത്. അവൻ പിടിച്ച് ഒരാഴ്ച നിർത്തുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാ മുമ്പിളാരി. എന്തൊരു ന്യൂ ജനറേഷൻ ഇത്. ഇവിടെ എങ്ങും നിൽക്കാൻ വയ്യ, നിൽക്കുമ്പോ ഓടി വരും അടുത്ത്. കിടക്കാം, അപ്പൊ പിന്നെ കൂടെ ഒന്നും കിടക്കത്തില്ലല്ലോ. ഇപ്പൊ ഉറക്കം വന്നിട്ടല്ല, എന്നാലും കിടക്കാം. അയ്യോ അയ്യോ, എന്നാലും എന്തൊരു ഗതി, എനിക്കത് പിടിയങ്ങോട്ട് കിട്ടാത്തത്. കുഴപ്പമില്ല, ഇനി ഒരുപാട് നേരം കിടക്കത്തിരിക്കും. പിന്നെ പ്രശ്നമുള്ള ഓരോരോ അയ്യോ ഞാനേ താഴെ കിടക്കാം. ഈ ഫാന് കാറ്റില്ലാത്തോണ്ടേ, ഏത് ഫാന്? ഫാന് കാറ്റില്ലാത്തോണ്ട് ഭയങ്കര കാറ്റ് കുറവാണ്. ആ അയ്യോ ഒരു കാര്യം ചെയ്താൽ മതി. ഈ സ്റ്റൂൾ എടുത്ത് ഇങ്ങോട്ട് ഇട്ടാലേ എന്താ ഞാൻ മുകളിൽ കയറി എന്റെ കപ്പാസിറ്റി എടുത്ത് ഇവിടെ വേറെ പറഞ്ഞ് മനസ്സിലാക്കൂടാ. ഇത് അന്തസ്സുള്ള തറവാടാ. എന്ത് സംഭവം? എനിക്കൊന്ന് എന്റെ എനിക്ക് എന്തോ കാണിക്കുന്നത് നീ? അല്ല ഫാൻ അമ്മ അവർക്ക് ഇതൊക്കെ ഒരു പരിചയം. നാട്ടിൽ ഓരോരോ അല്ലേ ന്യൂ ജനറേഷന്റെ മനസ്സിലാക്ക്. ഞാൻ എന്റെ അടിവയറ്റുന്നൊരു തീയം കേറിട്ടേ ഭയന്നു പോയി. ഞാൻ അവൻ ഇങ്ങനെ കിടന്ന് പേടിച്ചത്. ഇതൊക്കെ ന്യൂജൻ പിള്ളേരല്ലേ? ഇല്ല കുഴപ്പമില്ല. നീ നിങ്ങൾ അടുക്കളോട്ട് ഇല്ലേ? അതെ ഓ സത്യം പറഞ്ഞ സത്യം പറയണ്ട. അതല്ല സുന്ദരാണ് പറയാൻ വന്നതല്ലേ? അങ്ങനെ കാണാൻ ചുന്ദരനാണെങ്കിൽ എന്തൊരു ചൊറിച്ചില്ല. അവിടെ എന്റെ മുടിയാന്ന് അരച്ചിട്ടുള്ളു. മനസ്സിപ്പോഴും നല്ല ഒന്നാം തരം പച്ച. എന്ത് കാര്യം തമ്മ? അവള് ഹാർമോണിയം പഠിച്ചിട്ടുണ്ടാടാ. നിന്ന് ഹാർമോണിയം വായിക്കണ താത്തരാൻ പറയടാ. ഇതൊക്കെ ഇട്ടോണ്ടിരുന്ന പാട് എനിക്കറിയാവോ. ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം ഇത് കിട്ടോണ്ട് വരാൻ. കുടുംബം കയറിയും തോന്നുന്നു കേട്ടോ. അമ്മാവാ, പുതിയ ഡ്രസ്സാണ്. അതിന്റെ ആണ് ഓരോരോ ന്യൂ ജനറേഷൻ പരിപാടി. ഇതാ ഞാൻ 2 ചപ്പാത്തി കൂടെ ശരിയാക്കണ്ട്. അങ്ങനെ ഞാൻ ചൂടാൻ ചപ്പാത്തി ചിലപ്പോ ഞാൻ ചെയ്യാന്ന്. ഞങ്ങളെ ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അമ്മ പറ. എങ്ങനുണ്ട്? നടക്കത്തില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞു. എന്തോ ചേർന്ന് നിക്കലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ജിമ്മിന് പോയില്ലടാ. ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നൂടെ
അയ്യോ അയ്യോ അല്ലല്ല രാജൻ രാജൻ അയ്യോ അയ്യോ കയ്യാങ്കട തീർക്കേണ്ട സമയമായിരിക്കുന്നു. വാടാ. അമ്മാവൻ നമ്മളെ പരിചയപ്പെടാത്തോണ്ടാ. ഇങ്ങോട്ട് കൈ കൊണ്ടുവരുന്നത്. കൈ കൊണ്ടുവരുന്നത്. കൈ കൊണ്ടുവരുന്നത്. ദേ, ഈ കൈ പിടിച്ച്. എന്താ കൈ പിടിക്കാൻ? കൈ പിടി. കൈ പിടിക്കത്തില്ല. നിന്റെ സഹായം കൂടായ്പ എനിക്ക് മനസ്സിലായി. എന്താ? ഞാൻ തോറ പൊട്ടറെന്ന് വിചാരിച്ചോളെ. മനസ്സിലായില്ല. അല്ല നിങ്ങൾ വിചാരിക്കും ഞാൻ കോമണി കളിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കോമണി കളിക്കേണ്ട ആവശ്യമില്ല. കോമണി ആ വയസ്സും പ്രായമായെങ്കിലും നിന്നെക്കാട്ടി ലോകപരിചയമുണ്ട്. എന്തോ നീ ഉദ്ദേശിച്ചത് കൊണ്ട്? അമ്മാവനൊന്നും ഇഷ്ടപ്പെടുന്ന അമ്മാവനെ ഒന്നും അവിടെ നിങ്ങളാ ഞാൻ പറയും പൊട്ട ഞാൻ ഇത് മനസ്സിലായില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ല അത് ഞാൻ അവൻ പറഞ്ഞതേ ഇപ്പം പറഞ്ഞു അവനൊരു പെൺകൊച്ചിനെ ഇഷ്ടമുണ്ട്. ഒരാഴ്ച ഇവിടെ കൊണ്ട് നിർത്തും. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടാൽ സ്വഭാവം ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിക്കുക, അല്ല വേറെ കല്യാണം കഴിക്കത്തില്ലെന്നും പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് ഇവൻ കാണിച്ച വേല കണ്ട ആ പെൺകൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടേ എന്നെ വളപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വീഴുവോ ഞാൻ? കാരണം എന്റെ മരുമോന്റെ മകൾക്ക് അങ്ങനൊന്നും വീഴ്ത്ത മോളെ. ഞാൻ ഇച്ചിരി ഞരമ്പാ, പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മോളെ എനിക്കറിയാം മോള് നല്ല ഒന്നാന്തര തറവാട്ടിലാന്ന് എനിക്ക് മനസ്സിലായി. ഇത് നല്ല മതി. അതുകൊണ്ട് ഞാൻ പറയുന്നു, മങ്ങർത്തി വീട്ടിൽ മാധവ മേനോൻ പറയുന്നു, നീ ഇനി ഇവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഇവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഉറപ്പിച്ചു. അത് ശരിയാത്തില്ല. അത് അല്ല അത് ശരിയാത്തില്ല. ശരിയാവും. അത് ശരിയാത്തില്ല. അവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. അത് പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ. എന്താ പറ്റാത്ത കാര്യം? എനിക്ക് അവളെ ഇഷ്ടമല്ല. പുതിയ ഓരോ നയതന്ത്രം കൊണ്ട് വരുമോ ഇഷ്ടമല്ല എന്നുള്ള. ഞാൻ പറയട്ടെ, ഈ പെൺകുതിരെ കൊണ്ട് തന്നെ കടിച്ചാൽ മതി. ഒരു സത്യം പറയട്ടെ, എന്താ പറ്റിയ? അവള് പെണ്ണല്ല. ഇനിയിപ്പോ കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരോ കള്ളത്തരമായിട്ട് വരുന്നുണ്ട്. അയ്യോ. അപ്പൊ ഞാൻ മനസ്സിലാക്കണം, ഇവൻ കൂട്ടുകാരനെ ഇറക്കി ആൺവേഷത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആണാണിത്. ഇത് എന്നെ പറ്റിക്കാനുള്ള ഓരോ ആദ്യം പെൺകൊച്ചാന്ന് എനിക്കറിയാം. അത് മതി മതി, കല്യാണം നടത്തിച്ചു. സത്യമായിട്ടും അല്ല. ഉറപ്പിച്ചു. ഇവള് പെണ്ണല്ലെന്ന്. ഈ പിണക്കമൊക്കെ രണ്ടുപേർക്കും ഓരോ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് മാറുമെന്ന്. ഞാനൊന്ന് പറയട്ടെ, എന്ത്? ഇനിയിപ്പോ അഥവാ കുഞ്ഞുങ്ങളായതല്ലേ എന്നെ സാമ്പത്തിക ഭദ്രത വെച്ച് അതിനൊക്കെ ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാ പറയുന്നത് ഈ കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. എടാ ഇത്രയുള്ള നിന്നെ ഇത്ര അപ്പക്കാല പരുവത്തിൽ ഞാൻ ചെലവിനായിരുന്നില്ലേ? ചെലവിനായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കുഞ്ഞുങ്ങളെ ചെലവിന് കൊടുക്കാൻ എനിക്ക് വിഷയമില്ല. ഞാൻ ചെലവിന് കൊടുത്തോളാം. ഞാൻ ചെലവിന് കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? പിള്ളേർക്ക് ഞാൻ ചെലവിന് കൊടുത്തോളാം. ഉറപ്പ്. എന്നാലേ എന്റെ വീട്ടിൽ 2 പിള്ളേരുണ്ട്, അതിനെ കൊണ്ടുപോയി ചെലവിന് കൊടു. രാജേഷേ, ഏതാണ് ഈ മുട്ടച്ചി? ഏതാണ് ഈ മുട്ടച്ചി? എന്റെ ദൈവമേ, ഈ പുല്ലിന് കണ്ണും കാണത്തില്ല. ഇത്രയായിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദൈവമേ. ആദ്യമായിട്ടാ. ഓ ചിരിച്ച് 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 ഞാനൊരു വഴിയായി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മുടെ ചേച്ചിമാരും ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്കിറ്റ് ചെയ്തപ്പോൾ നിങ്ങളും ഭയങ്കര എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ഇനി അവർ എൻജോയ് ചെയ്തു നമുക്കറിയണം. സ്റ്റാർട്ടിങ് വിത്ത് ഷാജു ചേട്ടൻ. കുറേ ചിരിച്ചെന്ന് വെച്ചാൽ തുടക്കം തൊട്ട് കുറേ സമയം ചിരിച്ചു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എൻ്റെ എന്താണെന്നുള്ളൊരു പ്രതീക്ഷ, പിന്നെ അതിലേക്കുള്ളൊരു പോക്കായി എവിടെ എത്തി നിൽക്കുമെന്ന് അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കൈ നിട്ടിട്ട് പിന്നെയും കുറച്ചുകൂടെ കയറിപ്പോയെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അമ്മാവൻ ഗംഭീരമായിട്ടങ്ങ് പെർഫോം ചെയ്തതിൻ്റെ അവർക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിലും ഒറ്റ സിംഗിൾ പെർഫോമൻസിലാണ് പോകുന്നത്. മൊത്തത്തിൽ അസലായിട്ട് ചെയ്തു. മാത്രമല്ല നമുക്ക് എല്ലാവരും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ യൂണിറ്റിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുന്നതായിരിക്കും. പക്ഷെ എവിടെ നിർത്തുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു നല്ല എൻഡിങ്ങിൽ തന്നെ നിർത്തി. എനിക്കിഷ്ടമായി, ഗംഭീരമായി, അസലായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ സ്കിറ്റായിരുന്നു. ഗംഭീരമായിട്ട് നിങ്ങൾ കളിച്ചെന്നുള്ളതാണ്. കാരണം നിങ്ങൾ പെർഫോം ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇത് ഏത് ലെവലിലേക്ക് പോകുമെന്നറിയാം. ഫസ്റ്റ് രാജേഷ് വരുന്നു, രാജേഷിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു, അമ്മാവനുമായിട്ടുള്ള സാധനങ്ങൾ അവിടെ കൗണ്ടർക്ക് ഫില്ല് ചെയ്ത് പോകുന്നു. അതിനുശേഷമാണ് ബിജുവിൻ്റെ എൻട്രി. ബിജു ഒരു രക്ഷയില്ല. ബിജു വന്നതിന് ശേഷം ശ്യാമുമായിട്ടുള്ള കോമ്പിനേഷൻ സാധനം നിങ്ങൾ രണ്ടുപേരും തകർത്തു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ശ്യാമയെ ചിരിപ്പിച്ചു കേട്ടോ. കാര്യം ബിജു വന്നതിന് ശേഷം പെണ്ണെ കാണുന്നു, അതിന് ശേഷം ഫസ്റ്റ് ഉമ്മ കൊടുത്തില്ലേ? ഫസ്റ്റ് ഉമ്മ. കാര്യം അത് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇത്ര ക്ലോസിൽ കിട്ടുന്നത് ആദ്യമായിട്ട് അത് പറയുന്നത്. അതെ, അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ പറഞ്ഞു പോകുന്നു. എല്ലാ കൗണ്ടറുകളും നന്നായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിലുപരി നിങ്ങളുടെ പെർഫോമൻസ് ആണ് കേട്ടോ. ശ്യാമക്ക് മതി മറന്ന് കളിക്കാന്ന് പറയും. ശ്യാമ അതൊരു പ്രത്യേക അനുഗ്രഹമാണ്. അതൊരു കലാകാരന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. ശ്യാമ പിന്നെ അതുപോലെ ക്യാരക്ടർ ആക്ച്വലി ശ്യാമ കല്യാണം കഴിക്കാത്തൊരു അമ്മാവന്റെ ചേഷ്ടകൾ മുഴുവൻ അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് തൊടുമ്പോൾ പുള്ളിയുടെ അത് പേടിയും പരിപാടികളും, പിന്നെ അതിനുശേഷം ന്യൂ ജനറേഷൻ പുള്ളി സ്വയം സമ്മാനിക്കുന്നതാണ് ജനറേഷനല്ലേ എന്നൊക്കെ പറയും. കാര്യം കാലെടുത്ത് വെക്കുന്നു, അവിടെ തൊട്ട് പുള്ളിയുടെ രാജേഷ് എന്നുള്ള വിളിയുണ്ട്. അതിനുശേഷം ദിലീപിനെ പോലിരിക്കുന്ന
എന്ന് പറയും, പരിഹസിക്കരുത്, പിന്നെ മോഹൻലാലിനെ പോലെ കറങ്ങി വരുന്നു. എന്ത് നിങ്ങളുടെ ചെറിയൊരു സാധനം, ഒരു പേപ്പർ തന്നാൽ അതൊരു സ്കിറ്റാക്കി എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. സ്വയം മറന്ന് കളിക്കാന്ന് പറയും. അത് നിങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇതിങ്ങനെ നിൽക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും. നിങ്ങൾ 3 പേരും വരുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര പ്രതീക്ഷയാണ്. പക്ഷേ ഈ സ്കിറ്റിൻ്റെ തുടക്കം ഒരു 3-4 മിനിറ്റ് ഒന്ന് ടെൻഷൻ അടിച്ചു. ആദ്യത്തെ ആ ഭാഗം നിങ്ങൾ തമ്മിലുള്ള, അതായത് രാജേഷും ശ്യാമും തമ്മിലുള്ള ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് നമുക്ക് കോമഡി ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ മനസ്സിലൊരു പ്രയാസം, ഈ ടൈപ്പിൽ തന്നെ അങ്ങോട്ട് പോകുവാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു മനസ്സിൽ. അവിടെയാണ് ബിജു പൊഴിയൂരിൻ്റെ ഒരു എൻട്രി. അവിടെ നിന്ന് അങ്ങോട്ടൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ട് എൻഡ് വരെയും കൊണ്ട് നിങ്ങൾ ആ ഒറ്റ ടെമ്പോയിൽ, അത്രയും ടെമ്പോയിൽ നമ്മൾ ആദ്യത്തെ ആ പോർഷൻ അങ്ങ് മറന്നു എന്നുള്ളതാണ്. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാഗായിരുന്നു അത്. പക്ഷേ ബിജു പൊഴിയൂർ വന്നതിന് ശേഷം നിങ്ങൾ ആകെ അങ്ങ് മാറി. സ്കിറ്റ് വരുമ്പോൾ നമുക്കറിയാം ഒന്നുമില്ലെങ്കിലും ശ്യാം അവിടെ എന്തെങ്കിലും കാണിച്ച് മറ്റേ സാധനമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അത് ഫില്ല് ചെയ്ത് നമ്മളെ ബോറടിപ്പിക്കാന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് ഇത്രയ്ക്കും ഗംഭീരമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നന്നായി. ആ ഒരു പോർഷൻ തൊട്ട് അങ്ങോട്ട് വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. അടിപൊളി, നല്ല കമന്റ്സ് കിട്ടി. അപ്പൊ നല്ല മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നസീർക്കന്ന് ഞാനൊരു 16,000 രൂപ കൊടുക്കുകയാണ്. സൂപ്പർ, 16,000 രൂപ. പ്രചോദേട്ടാ? ഞാൻ 2,000 രൂപ കൂടുതൽ കൊടുക്കുന്നു. 18,000 രൂപ ഞാൻ കൊടുക്കും. അടിപൊളി. അപ്പൊ 16,000 പ്ലസ് 18,000 34,000 ആയിട്ടുണ്ട്. ഇനി ഫൈനൽ റിവീൽ ചെയ്യാനുള്ളത് ഷാജി ചേട്ടനാണ്. ചേട്ടാ? ഞാൻ കുറയ്ക്കുന്നില്ല. ന്യൂ ജനറേഷൻ ആണ്, കൂട്ടി കൊടുക്കണം. 25,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. അമ്മാവനും അനന്തരവനും കൂടെ വന്ന കൂട്ടുകാരനും. കൺഗ്രാറ്റുലേഷൻസ്. എന്ത് തോന്നുന്നു ചേട്ടാ? വളരെ സന്തോഷം. കാര്യം ചില ത്രെഡുകൾ കിട്ടാനാണ് നമുക്ക് പാട്, കണ്ടന്റ് ഒപ്പിക്കാനാണ് പാട്. അത് ഒപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ഇപ്പം അധികം സമയം കിട്ടിയില്ല, റിഹേഴ്സൽ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു നോക്കി. അന്ന് നിന്ന് കളിച്ചില്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് കയറുമായിരുന്നു. അതൊരു ആത്മവിശ്വാസമാണ്. ചെയ്യാം, നമുക്ക് പിടിക്കാമെന്നൊരു, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു തീർച്ചയായിട്ടും. ശ്യാമിന് നേരത്തെ സ്കിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശ്യാമിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വരാൻ പറ്റാത്തതുകൊണ്ട് ശ്യാം ഈ ഭാഗത്തെങ്ങാണ്ട് വീടെടുത്തൊന്നും ഇങ്ങനെ ആ ഒരുമാതിരിപ്പെട്ട സ്കിറ്റിൽ എല്ലാവരുടെ കൂടെയും കയറുന്നോണ്ട് വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നില്ല. ഇവിടെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് സഹായിച്ചത് മനോജ് വലഞ്ചുഴി. അവനാണെങ്കിൽ ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടമായിരുന്നു. പിന്നെ ഞങ്ങൾ പറയാൻ എന്ത് പറയട്ടെ, കയറാന്ന് പറഞ്ഞ് കയറിയതാ. ബിജു മെയിലും ഫീമെയിലും ഒന്നിച്ച് ആദ്യത്തെ വേദിയായിരുന്നു. ഒന്നുകിൽ മെയിൽ ഇത് രണ്ടും ഞാൻ ഇങ്ങനെ മെയിൽ പിടിച്ചപ്പോ എന്റെ ശ്യാം പറയണേ, നീ ഫീമെയിൽ ആണ്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വേണം, നീ മെയിലായെന്നും പറഞ്ഞ് കിട്ടിയ അവസരം നീ ഉപയോഗിച്ച് കളയരുത് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്തു എങ്കിലും നമ്മുടെ ഓവർ കോൺഫിഡൻസേ അല്ല കേട്ടോ. നമ്മളെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത് മട്ടുമല്ല. നമ്മൾ അങ്ങനല്ല ഈ ഫ്ലോറിനെ കാണുന്നതും പരസ്പരമുള്ള നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഫലമായത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഈ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കൗണ്ടറുകൾ ഇതാണെന്ന് മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ പറയണം, അത് പറഞ്ഞേക്കണേ, ഇതുകൂടെ പറഞ്ഞേക്കണേ. നമ്മളിങ്ങനെ കയറുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പറയണം, ഇങ്ങനൊരു സാധനം ചോദിക്കുമ്പോൾ അതോടങ്ങ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും മനസ്സിലുണ്ടാവും എന്നുള്ളൊരു ധൈര്യവും ആ ഒരു ദൈവാനുഗ്രഹവും മാത്രമല്ല, നമ്മുടെ ഓവർ കോൺഫിഡൻസേ ഇത്. കാരണം ഇത് എന്ത് സംഭവിക്കാമല്ലോ, നമ്മളെന്തോ ഒരു ദൈവഭാഗ്യം അത്ര. അല്ല, അത് ട്യൂണിങ് ആയി. അത് അതെ, അതൊരു ദൈവഭാഗ്യം. അതെ. അടിപൊളി. അപ്പൊ അങ്ങനെ 75,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും കൂടുതൽ പഞ്ചുകളും കൗണ്ടേഴ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് ചിരിയുടെ മിനി പാക്കറ്റ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ആരായിരിക്കും വരുന്നത്? നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. ലെറ്റ്സ് വെൽക്കം ദേവിലക്ഷ്മി, അനന്യ ആൻഡ് ശ്രേയക്കുട്ടി. ഹലോ, ജംഗിൾ ബുക്ക് അല്ലേ? ജംഗിൾ ബുക്ക് അല്ല, ഹംബിൾ ബുക്കിംഗ് ഏജൻസി. ആ, എന്താണെങ്കിലും കൊള്ളാം. ഞാൻ പിന്നെ വിളിച്ചത് പിന്നെ അല്ലല്ലേ, ഇപ്പോഴല്ലേ വിളിച്ചേ? ഇപ്പോഴെങ്കിൽ ഞാൻ വിളിച്ച കാര്യം പറയാം. ഞാൻ പാലത്തിങ്കൽ കുമാരി. നിങ്ങളെ കുമാരിയുടെ വാലെ തൂങ്ങിന് ഞാൻ എന്നാ വേണം? അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേരാണത്. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജൻസിന്ന് ഒരു പെണ്ണിനെ ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വിട്ടിരുന്നു. മാസം 1 തികഞ്ഞില്ല, അവളെ സ്വഭാവം മാറി. ഇനി അവളിവിടെ വച്ച് വളർത്താൻ എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരണം. അവൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടണമെന്ന് കാണണം.
ഓക്കെ ഓക്കെ ഞാൻ വരാം. വരുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. ഓ ശരി ശരി ശരി. ഈ വന്നയാണ് എന്നെ നോക്കാൻ വന്ന എന്റെ ആ ഹോം നഴ്സ്. ഇവളെ എനിക്കൊന്ന് കാണണമെങ്കിൽ ഞാൻ ഇവളെ സൂക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉറുമ്പുകൾ വരി വരിയായിട്ട് അങ്ങ് പോവായിരുന്നു. ഇവളെല്ലാ ഉറുമ്പിന്റെ ഫ്രണ്ടിൽ കൂടെ ഞെളിഞ്ഞങ്ങ് നടന്നു. ബാക്കിലുണ്ടായിരുന്ന എല്ലാ ഉറുമ്പും ഇതെന്റെ റാണി ഉറുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പുറകെ വച്ച് പിടിച്ച് വീട്ടിന്റെ ആ തെറിക്കൂടെ ഉണ്ടാക്കി വെച്ചു. എന്റെ പൊന്നമ്മ, അത് ഉറുമ്പുകൾ വഴിതെറ്റി ഒന്നും വന്നതല്ല, സ്വീറ്റ് ആയിട്ട് വന്നതല്ല. എന്റെ വാക്കാത്തിരിക്കണം നീ കേക്കരുത്. ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടണ്ട. ഇന്ന് രാവിലെ എന്ത് കഴിച്ച്? ഞാൻ ഒരു ഇഡ്ഡലി കഴിച്ചു. എന്റെ ദൈവമേ, ഒരു ഇഡലിയോ? രാവിലെ കഷ്ടപ്പെടുണ്ടാക്കിയത് ഒരു ഇഡലിയാണ് കഴിച്ചത്. രാവിലെ എണീറ്റ് 17 ഗുളിക അത് ഇറങ്ങാനുള്ള വെള്ളവും കുടിക്കണം. ഞാൻ ഒരു ഇഡലി കഴിച്ചതേ ഭാഗ്യം. നീ ഇങ്ങനെ എന്റെ തീറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരാ. എനിക്കെന്നും കുളി കഴിഞ്ഞ രാസനാദി പൊടി ഇടുന്ന ശീലം ഉണ്ടെന്ന് എനിക്കറിയാമോ? അറിയാലോ. ഇന്നേ വരെ നീ അതിട്ടോ? എന്നും ഇടുമല്ലോ. എന്നും ഇടോ? എവിടെ? അമ്മ കുളി കഴിഞ്ഞ ശേഷം ഞാൻ ബാത്റൂമിൽ മുഴുവൻ നല്ല മണവാ. കുളിമുറി കൊണ്ടിട്ട് വെച്ചേക്കുന്നു. അത് കുളിമുറിയിടാനുള്ള സാധനമാണോടി? ഇടി തലയിടാനുള്ള രാസനാദി പൊടി. സത്യം പറയടി, നീ ഹോം നഴ്സ് ആണോ? നീ അല്ലേ? അല്ലേ? ആണോ? ഈ സംശയം എന്റെ ഏജൻസിക്കാരെ അങ്ങ് വിളിച്ചു നോക്ക്. ആ, ഞാൻ അവരെ വിളിച്ച് അവരിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ. എത്രയൊക്കെ എടുത്തു തന്നാലും നീയൊക്കെ വിരിക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ വേണം നിന്റെ കാര്യം. ഓ, എന്നാലും ഇതുവരെ തീർന്നില്ലേ ഇത്? ഭാഗ്യം, ഇതെങ്കിലും കറക്റ്റ് ആയിട്ട് വിരിച്ചല്ലേ? കഴിവുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. ഇങ്ങനെ വിരിച്ചിടാനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ അങ്ങ് വിരിച്ചിട്ടാ പോരെ. അത് പറ്റൂല, നീയാണിവിടെ ജോലിക്ക് വന്നത്. ഇല്ലെങ്കിൽ കണ്ടോണ്ടോണ നാട്ടുകാര് പറയല്ലേ ഞാൻ നിന്റെ തുണി എനിക്ക് വിളിക്കണമെന്ന്. അയ്യോ, അഭിമാനം തന്നെടി, അഭിമാനം തന്നെ. നീ എന്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ. ഏജൻസിക്കാർ വരട്ടോ, അവളെ ഞാൻ അലക്കി പിഴിഞ്ഞ് വിരിക്കണോണ്ട് ഞാൻ. അത് പിന്നെ നിന്റെ മുത്തശ്ശിയാണ് അത്. നിന്റെ അമ്മ പണ്ട് നിന്റെ അച്ഛൻ്റെ കൂടെ ഒളിച്ചോടി പോയോണ്ട് മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് കൂട്ടുന്നത്. എന്റെ കഞ്ഞൂടി മുട്ടിക്കല്ലേ അടി. എന്റെ പൊന്നേച്ചി, ഞാൻ ചേച്ചി പറഞ്ഞോളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാ നീ അമ്മയ്ക്ക് ചക്കപ്പിന് കൊണ്ടുപോയായിരുന്നോ? ചക്കപ്പിന് കൊണ്ടുപോകണമെന്നും പറഞ്ഞപ്പോ എന്റെ ചെപ്പക്കുറ്റി നോക്കിയായിട്ട് ചാളാ. അത് സാരമില്ല മുത്തശ്ശി, എല്ലാം സഹിച്ചേക്ക്. അമ്മ രാവിലെ എഴുന്നേക്കുമ്പോ ബൂസ്റ്റ് ഇലക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തോ? അപ്പൊ ഞാൻ പാലി കലക്കി ബൂസ്റ്റ് കുടിക്കും. അത് പോട്ടെ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക കൊടുത്തായിരുന്നോ സാറ്? ആ, ഞാൻ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക നീ എന്നാ രാവിലെ കൊടുത്തേ? ചേച്ചിക്കറിയാലോ, എനിക്ക് ഉച്ചയ്ക്കുമ്പോ പതിവാന്ന്, അതുകൊണ്ട് മറന്നുകൊണ്ടിരിക്കാൻ രാവിലെ തന്നെ കൊടുത്തു. എന്റെ ദൈവമേ, അവര് വരുമ്പോ ഞാൻ എന്തോ പറയോന്തോ. നീ വന്ന് സത്യം പറയടി, ഇവളാര്? നഴ്സിംഗ് ഹോമാണ്. വല്ല ഹോം നേഴ്സാണ്. എന്തോ അടി നീ പറയുന്നു? അമ്മ, നഴ്സിംഗ് ഹോമിന്റെ അടുത്താണ് വീട്. ആള് ഹോം നേഴ്സാണ്. ഇവളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ചേട്ടൻ. ഓ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? അമ്മ നേഴ്സാണ്, അച്ഛൻ മെയിൽ നേഴ്സാണ്, ചേട്ടൻ ഡിവോഴ്സാണ്. ഈ പറഞ്ഞവരൊക്കെ എവിടെ ഉണ്ട്? അമ്മ യൂറോപ്പാ, അച്ഛൻ എത്തിയോപ്പാ, ചേട്ടൻ ഉടായിപ്പ. ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് ആണെന്ന്. നീ നിന്റെ ചേട്ടന്റെ ഉടായിപ്പ് പരിപാടി ഒന്നും ഇവിടെ ഇറക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മോനും മരുമോളും അങ്ങ് ഗൾഫിലാണ്. കാശ് എന്ന് പറയുന്ന സാധനം അവർക്കൊരു വിഷയമേ ഇല്ല. പട്ടിക്കുട്ടി കിടക്കുന്ന പട്ടിക്കുഞ്ഞിനെ കണ്ടോ? 1.5 ലക്ഷം രൂപയാണ് വില. അപ്പൊ 1.5 ലക്ഷം രൂപയുള്ള പട്ടിയെ നോക്കാനായിട്ടാണ് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാത്ത. അല്ല, അമ്മയും കൂടെ പോയി ആ പട്ടിക്കുഞ്ഞിനെ ആര് നോക്കൂന്ന് പറയുമായിരുന്നു. ആ മുമ്പേ പട്ടിക്കുഞ്ഞെ നോക്കാനായിട്ട് ഒരു ഹിന്ദിക്കാരൻ ചെറുക്കുണ്ടായിരുന്നു. അവന്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അവ അച്ഛാ അച്ഛാ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു അമ്മയല്ലേ, എന്നെ അമ്മ എന്ന് വിളിച്ച അവൻ ഇത്രയ്ക്ക് വലിയ കുഴപ്പം എന്താണ്? എന്നെ അച്ഛാന്ന് വിളിക്കാനായിട്ട് എനിക്ക് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ പെട്ടി കിടക്കെടുത്തോട്ട് പാടാറക്കാൻ അവൻ പോയി. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാ ശരി, ഞാൻ പോവാനെ. കുറച്ച് കാര്യമില്ലാടി അവിടെ. ഈ പെണ്ണിന്റെ കുരുത്തക്കേടുകൾ ഞാൻ പറഞ്ഞു തുടങ്ങട്ട്. എനിക്ക് നൈറ്റ് ചപ്പാത്തി മതി, അത് നീ പരത്തണോന്ന് ഞാൻ ഇവളെടുത്ത് പറഞ്ഞു. എന്ത്, അവളെ പരത്തിയില്ലേ? പിന്നെ ഈ അടുത്തുള്ള എല്ലാ വീട്ടിലും ചെന്ന് എനിക്ക് ചപ്പാത്തി കൊതിയാന്ന് പറഞ്ഞ് പരത്തി. അമ്മ ഒന്ന് ക്ഷമിക്ക്. ഒരു ജോലി ഇല്ലെന്ന് പറഞ്ഞ് കുറച്ചു കാലം എന്റെ പുറകെ നടക്കുമായിരുന്നു. എത്ര കാലം നടന്നു? ഈ 2 കാലം കൊണ്ട് ഇങ്ങനെ തറുതല. ഇതാണ് ഇവളെ മെയിൻ പ്രശ്നം. എടി, നിനക്കൊരു സാമാന്യ ബോധമുണ്ട്? ഒരാളെ വീട്ടിൽ വിശേഷിച്ച് വന്നേക്കില്ലേ? പോയി ചായ ഇൻഡക്ഷൻ കുക്കറിൽ പെട്ടെന്ന് ചായ ഇട്ടിട്ട് വാ. ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ ചായ വെക്കൂല. എന്ത്? ഇൻഡക്ഷൻ കുക്കറും എരി ഒരുപോലെയാ. എന്ന് വെച്ചാ രണ്ടും കരണ്ട് കഴിഞ്ഞു. ഒരു തമാശയാണെങ്കിൽ ഇവള് പറഞ്ഞ കറക്റ്റാണ്.
കേട്ടോ, കറണ്ട് തിന്നും. പിന്നെ അമ്മ ആള് പാവ. ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ ആകുമ്പോ കുറച്ച് സമ്പാദ്യശീലങ്ങളൊക്കെ വേണമല്ലോ. അത് മോള് പറഞ്ഞത് വളരെ ശരിയാണ്. സമ്പാദ്യശീലം നല്ല കാര്യമാണ്. എനിക്ക് സമ്പാദ്യശീലം പഠിപ്പിച്ചിരുന്നത് എന്റെ അധ്യയനാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു വേട്ടക്കാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വേട്ടയ്ക്ക് പോയപ്പോ നടുകാടായപ്പോ ഒരു പന്നിക്കൂട്ടം. ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു പന്നിക്കുഞ്ഞ്, അല്ല കുഞ്ഞു ഒരു ചെറിയ പന്നി. അത് മതി, അത് മതി, അത് മതി. ഇദ്ദേഹം നേരെ പോയി ആ പന്നിയെ കയ്യിലെടുത്ത് അതിന്റെ മുതുകത്ത് പിച്ചാത്തി വെച്ച് ചെറിയൊരു ഹോളിട്ട് എന്നിട്ട് എന്റെ കൊണ്ട് തന്നിട്ട് പറയുക, ഇന്നാ കൊണ്ടുപോയി പൈസ ഇട്ട് വെക്കേ. അങ്ങനത്തെ ആളാണ്. എന്നിട്ട് ആ പന്നി അവിടെ വീട്ടിന്റെ അകത്ത് പൈസ ഇട്ട് വെച്ചേക്കുന്നു. ആ പന്നിയല്ല, ഈ കഥ പറഞ്ഞു തന്ന പന്നി അവിടെ. കഥ ഏറ്റില്ലല്ലേ? ഒട്ടും ഏറ്റില്ല. എന്റെ അധിയൻ എപ്പോഴും പറയും എനിക്ക് ഒരു കഥയും ഇല്ല. അത് മാത്രമല്ല എന്റെ മുന്നു മക്കളെ, ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് തല കറങ്ങും. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് തല കറങ്ങും ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു നേരെവളെന്തേന്നറിയാമോ? ഉടനെ പോയി ഫാൻ ഞാൻ അണച്ച്. അതിനെന്താ കുഴപ്പം? റൂമിൽ എന്തിനും 2 എണ്ണം കടന്ന് കറങ്ങണത് 1 എണ്ണം കറങ്ങിയാ പോരെന്ന്. അങ്ങനത്തെ അവളാണ് അവള്. അത് മാത്രല്ല എന്റെ കുഞ്ഞമ്മയുടെ മക്കൾ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. പാവം. അവരെ മുഖം കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടി മക്കളെ പാവം, എന്റെ പിള്ളേരെ മുഖം കാണാൻ ഒരു തെളിച്ചമല്ല. നീ എന്തെങ്കിലും അവർക്ക് കുടിക്കാൻ എടുക്കായി. ഇവളെന്താ ചെയ്തെന്നറിയാമോ? ഉജാലയിലേക്ക് വെള്ളം കൊണ്ട് കൊടുത്തു. എന്തിന്? മോത്ത് വെട്ടം വെക്കാൻ. ഇത് തന്നോണ്ടല്ലോ. അമ്മേ, അവരെ കാര്യം വിട്. അമ്മയ്ക്ക് സമയത്ത് നല്ല കഞ്ഞിയും വെള്ളം തരുന്നുണ്ടോ? ചോദിച്ച കാര്യം നന്നായി. ഞാൻ പനി വന്ന് ഇവിടെ വിറച്ച് കിടന്നപ്പം ഇവളെനിക്ക് കുറച്ച് കഞ്ഞി കൊണ്ടുവന്നപ്പം ഞാൻ ചോദിച്ചു, എടി മക്കളെ തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. അന്നേരം ഇവള് എങ്ങോണ്ടോ പോയി ഒരു കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറയേലേ, ബാറ്ററി ചാർജ് കുറവാണ്, ശ്രദ്ധിച്ചു തൊട്ടുകൂട്ടണോ. ഇവളെയൊക്കെ ഞാൻ എന്തോന്ന് ചെയ്യണം ഞാന്? അതുകൊണ്ട് ഇനി ഇവളെ എനിക്ക് ഇവിടെ വച്ച് പറപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ വിളിച്ചോണ്ട് പോ. അമ്മ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കാല്ലേ, എനിക്ക് പുതിയ ഹോം നേഴ്സിനെ കിട്ടിയേ പറ്റൂ. അമ്മ പറഞ്ഞിട്ടില്ലേ നിന്റെ സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പറയും കോണം. അവളെന്തിനു കൊണ്ടുപോണേ? അമ്മയല്ലേ പറഞ്ഞ പുതിയ ഹോം നേഴ്സിനെ വേണോന്ന്. അവൾ ഇവിടെ നിൽക്കട്ട്. അതെങ്ങനെ ശരിയാവും? എനിക്ക് പുതിയ ഹോം നേഴ്സിനെ വേണം, ആ കാര്യം സത്യമാണ്. അതിന് വെക്കേഷൻ അമ്മാമ്മയുടെ അവിടെ നിൽക്കാവുന്ന പേരക്കൊച്ചിനെ എന്തിനു കൊണ്ടുപോണേ? എങ്ങനെ മനസ്സിലായി? എന്റെ പൊന്നു മോളെ, മോള് കേട്ടിട്ടില്ലേ ചീര ചാരയെ തിരിച്ചറിയുമെന്ന്? ബ്ലഡിനെ തിരിച്ചറിയുമെന്ന് കേട്ടിട്ടുണ്ടോ കുട്ടി? അത് കേട്ടിട്ടുണ്ട്. ഇവളെ പോലെ തന്നെയായിരുന്നു ഇവളെ അമ്മയും ചെറുപ്പത്തിൽ കാണാനായിട്ട്. അതുകൊണ്ട് എനിക്ക് പുതിയ ഹോം നേഴ്സിനെ വേണം. പക്ഷെ വെക്കേഷൻ അമ്മാമ്മയുടെ അവിടെ നിൽക്കാവുന്ന പേരക്കൊച്ച് വെക്കേഷൻ തീരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കും. എടാ, നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്കിറ്റായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്കിനി നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് ഷാജ് ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ അതിനകത്തെ ഇവൻ എപ്പോഴും അച്ചാന്ന് വിളിക്കുന്നു. ഒന്നുമില്ലെങ്കിലും ഞാനൊരു അമ്മയല്ലേ. എന്തൊരു കറക്റ്റായിട്ടാണ് ആ ബോഡി ലാംഗ്വേജ്. എല്ലാവരും ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഇതൊക്കെ നന്നായിട്ട് ചെയ്തു കേട്ടോ മോള്. ചെറുതായിരുന്നു ഏറ്റവും വലിയ കില്ലാടി. അവിടെ ഇരുന്ന് കറങ്ങി നടന്ന സ്കിറ്റ് പഠിക്കുന്നതാണ്. അവള് റിഹേഴ്സൽ പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ മീനാക്ഷി എന്നെ കാണിച്ചു നോക്കുമ്പോ ഭയങ്കര പ്രാക്ടീസ്. ഇങ്ങനെ ബക്കറ്റ് വെച്ച് ഞാൻ കാണിച്ചുതരാം. ബക്കറ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കുക, ആളിങ്ങനെ നിന്ന് തിരിയുക, ഇവിടെ ഫുള്ള് പ്ലേ നടക്കുക. ഇവള് എൻട്രി വരെ ശ്രേയക്കുട്ടി അവിടെ നിന്നിട്ട് ആ ബക്കറ്റുമായിട്ട് ഇങ്ങനെ തിരിയായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു അവിടെ? ഡയലോഗ് പഠിക്കായിരുന്നു. കറക്റ്റ് ആയിരുന്നു. മാത്രല്ല ഇത് ഈ പറയുന്ന രീതിയിലേ ആ ടൈമിങ്ങേ ഓരോന്നിനും ടൈമിങ്ങിലെ മറുപടി പറയുന്നതല്ല. 3 പേര് അസ്സലായിട്ടോ മക്കളെ, അസ്സലായിട്ടോ. നിങ്ങളുടെ മാക്സിമം ആ സ്കിറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അസ്സലായിട്ട് ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. പ്രചോദേട്ടാ, ദേവകുട്ടാ, ശ്രേയക്കുട്ടി, അനനിക്കുട്ടാ, അത് ജഡ്ജിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇവിടെ മുട്ടായി മേടിച്ചു തന്നോ നമ്മുടെ ശ്രേയക്കുട്ടി? അവള് 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലോട്ട് അറിഞ്ഞോ? എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ശ്രേയക്കുട്ട കൺഗ്രാജുലേഷൻ കേട്ടോ. കാര്യം അവള് നന്നായിട്ട് പഠിച്ചു, എല്ലാം എഴുതി, അവള് പരീക്ഷയൊക്കെ പാസ്സായി. റിസ്ക്കായി 2 നിന്ന് 3ലേക്ക് ജയിക്കാന്ന് പറഞ്ഞാൽ റിസ്ക്കാ, ഭയങ്കര റിസ്ക്കാ. അവൾ ഇതുപോലെ പഠിത്തമല്ലേ. ഇപ്പൊ കണ്ടില്ലേ ബക്കറ്റുമായിട്ട് ആ മൂലയ്ക്ക് വരുന്ന പഠിച്ചു കണ്ടില്ലേ? അതുപോലെ കാണാൻ പഠിച്ച് എഴുതി പരീക്ഷയ്ക്ക് ചോദിക്കാത്ത എഴുതിയെന്നാ ടീച്ചർമാർ പറയുന്നത്. വലിയ ആളിന് 3ാം ക്ലാസ്സിലായി. എന്റെ ദൈവം. അതെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ നേരത്തെ കളിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒത്തിരി സ്പീഡ് കൂടിയിട്ടുണ്ട്. ഈ ശ്രേയക്കുട്ടിയാണെങ്കിലും പറയുന്ന ചില കാര്യങ്ങൾ തിരിയാതെ പോകുന്നുണ്ട്. സ്പീഡ് ടെൻഷൻ കൂടിയിട്ടാണോ? അത്രയും ടെൻഷൻ വേണ്ട കേട്ടോ മോളെ നേരത്തെ കളിക്കുമ്പോൾ ആ ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തിരി ടെൻഷൻ കൂടിയിട്ടുണ്ട്. പിന്നെ ദേവിയാണെങ്കിലും നല്ല രസമായിട്ട് പ്രസൻറ്റ് ചെയ്തു. കുറേ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അനന്യയുടെ വരവും എൻട്രി പരിപാടികളൊക്കെ രസം. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല, വന്നു കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സ്പീഡ് കൂടിയുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാകാതെ പോയി. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ എടുക്കുന്ന വിഷയങ്ങൾക്ക് ചിലപ്പോൾ ഹ്യൂമർ കുറവായിരിക്കും. കാര്യം ഇതിനകത്ത് നിന്ന് കളിക്കേണ്ട ഒരു ഹ്യൂമർ പരിപാടികളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഹ്യൂമർ ഒത്തിരി കുറഞ്ഞു എന്നുള്ള. പിന്നെ ഞാൻ ടോട്ടൽ പറയാം, നിങ്ങളുടെ പഴയ എനർജി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങളുടെ എനർജി ഇതല്ല.
നിങ്ങളുടെ എനർജി ഭയങ്കര പവറായിട്ട് നിൽക്കുന്ന 3 പേരാണ്. ആ എനർജി ലെവലിലേക്ക് ഇനി അടുത്ത സ്കിറ്റ് കളിച്ചുകൊണ്ട് വരണം. പൊളിച്ചെടുക്കണം അടുത്ത സ്കിറ്റൊക്കെ കേട്ടോ. ഓക്കെ അല്ലേ? അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക? കഥ കൊള്ളായിരുന്നു. ഇതിൻ്റെ നല്ല കഥയായിരുന്നു, നല്ല ക്ലൈമാക്സും ആയിരുന്നു. കൊച്ചുമോൾക്ക് അമ്മൂമ്മയുടെ കൂടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹത്തിന് വരുന്ന ആ കഥ നല്ലതായിരുന്നു. ആ കഥയ്ക്ക് അതിനനുസരിച്ചുള്ള കൗണ്ടറുകളുടെ ഒരു കുറവാണ് ഫീൽ ചെയ്തത്. ഒന്ന് അത്. രണ്ടാമത് ഈ പറയുന്ന സ്പീഡ് കൂടുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ലെജിബിൾ വ്യക്തമാകുന്നില്ല. രണ്ടാമത് ദേവി സ്ലോയിൽ പറയുന്നതും ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമാകുന്നില്ല. അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ ആകുമ്പോൾ ശബ്ദം കൂട്ടിക്കോ, ബാക്കി ആക്ഷനും മൂമെൻറ്റ്സും എന്താണ് എക്സ്പ്രഷനും ഒക്കെ അത് കറക്റ്റും കിട്ടണം. പക്ഷേ ശബ്ദം ഒരു പൊടിക്കേ കയറ്റിയേക്കണം, എന്തായാലേ നമുക്കത് ഇവിടെ കേൾക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലിപ്പം നല്ല ഭംഗിയായിട്ട് 3 പേരും അഭിനയിച്ചു. നിങ്ങളുടെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. സ്ക്രിപ്റ്റും നല്ലതാണ്, പക്ഷേ ചിരിക്കാനുള്ള കൗണ്ടറുകൾ മാത്രം കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നന്നാക്കണം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, കമന്റ്സ് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ ഇന്നത്തെ സ്കോഴ്സിലേക്ക് പോവാം. ഇക്ക തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇക്ക പറയൂ. ഞാനൊരു 5000 രൂപ കൊടുക്കുകയാണ്. 5000. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഒരു 5000 രൂപ ഞാനും തരിക. ഓക്കെ, 10000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തം. ഇനി ഷാ ചേട്ടൻ റിവീൽ ചെയ്യും ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന്. 15000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. കുഴപ്പമില്ല, ഇവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. നല്ല എനർജിയോട് കൂടിയിട്ട് ഫുൾ ഓൺ കോമഡീസുമായിട്ട് നമുക്കിനി അടുത്ത തവണ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരുപാടധികം ടാലന്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ വന്നിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? പലരുടെയും സ്പോട്ട് ഡബും അതുപോലെ തന്നെ മിമിക്രി ഒക്കെ കേട്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇന്ന് അതുപോലെ നമ്മളെ ഞെട്ടിക്കാനായിട്ട് ഒരാൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അദ്ദേഹം നിങ്ങളുടെ നാട്ടുകാരനാണ്. എവിടെന്നാ? എന്താ എനർജി നോക്ക്. അപ്പൊ ആ അടിമാലിക്കാരൻ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? ഇദ്ദേഹം തമിഴ് സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഒട്ടും വൈകിക്കുന്നില്ല, അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം പ്രമോദ് പ്രിൻസ്. ഹലോ, പ്രമോദ് എന്നാണോ പ്രിൻസ് എന്നാണോ ശരിക്കുള്ള പേര്? പ്രമോദ് പ്രിൻസ്. ഓക്കെ, മുഖത്തിന് പക്ഷെ പ്രിൻസ് എന്ന് പറയുന്ന പേരാണ് കൂടുതൽ ചേരുന്നത്. എനിക്ക് പേരാണ് ഇഷ്ടം. പ്രിൻസ് എന്നുള്ള പേരാണ്. കണ്ടോ? ദേ ചേട്ടന്റെ നാട്ടുകാരാണ് കേട്ടോ. ഭയങ്കര എനർജി ആയിരുന്നു. അടിമാലിക്കാരനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞത്. അടിമാലിക്കാരും മൊത്തത്തില് ഭയങ്കര എനർജി ഉള്ളവരാണ്. കൈയടിച്ച് കാണിച്ചേ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. ഓക്കെ, നമ്മള് കോമഡി ഉത്സവത്തിന് കണ്ടതാണ്. അതിനുശേഷം ഒരുപാട് ഷോസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ സന്തോഷം. ഷോസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഷോസ് ഉണ്ട്, പിന്നെ കുറച്ച് ഇനാഗുറേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഫ്ലവേഴ്സിലേക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ഒരു കലാപരമായ നല്ലൊരു ഇതിന് തുടക്കം കിട്ടിയത് ഫ്ലവേഴ്സിൽ നിന്നുമാണ്. അപ്പോൾ വീണ്ടും അവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം അല്ലേ? നമുക്കായിട്ട് ഇന്ന് എന്താണ്? അതെ, ഞാൻ ചെയ്യുന്നത് തമിഴ് താരങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇതൈറ്റം വേറെയിലേക്ക് കുറച്ച് തമിഴ് താരങ്ങൾ വരികയാണ്. അപ്പോൾ അവർ നിങ്ങളെ കാണുമ്പോൾ സംസാരിക്കുന്നതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് തമിഴകത്തിൻ്റെ ഇളയ ദളപതി വിജയ് സാർ. നെഞ്ചിൽ കൂടിയിരിക്കും എന്നോട് അൻപാ ரசிகர்களே, தாய்மார்களே மற்றும் என்னோட கூட்டி கூட்டி நண்பர்கள். ஆமாம், இந்த கைத்தடலுக்காகத்தான் நாங்கள் வந்திருக்கிறது தான். ரொம்ப நாளாக ஒரு மலையாளம் சேனலில் வரணும்னு நினைக்கிறேன். ஃப்ளவர்ஸ் இது ஐட்டம் வேறு, அது அப்படியே ஒரு வேறு ஐட்டம் மாதிரி தான். ரொம்ப சந்தோஷமாக இருக்குது. அப்புறம் இதோட ஒர்க் பண்ணுற எல்லாரும் ரொம்ப நல்லா பண்ணுறாங்க. ஆர்டிஸ்ட், ஆங்கர் மீனாட்சி, அப்புறம் எல்லாரும் ஷாஜு சார், பிரஜோத் சார், அசீஸ் சார், எல்லாருமே இதோட க்ரூ மெம்பர்ஸ் எல்லாருக்குமே என்னோட வாழ்த்துக்கள். அப்புறம் உங்ககிட்ட ஒன்று சொல்லணும்னு தோணுது. அது என்னென்னா, நான் லைஃப்பில் ஃபாலோ பண்ணிருக்கேன் தான். உசுப்பு எதிர்க்கிட்ட ஊம்புணும், கடுப்பு எதிர்க்கிட்ட கம்முன்னு வருத வாழ்க்கை ஜம்முன்னு. ஹே, அங்கே யாரும் மேலே இருக்காங்க? தம்பி கீழே இறங்கு, கீழே இறங்குப்பா. நீ கீழே இறங்குனா தான் நான் முத்தம் கொடுப்பேன். சரிப்பா, താങ്ക് യു ചേട്ടാ. സോ ഓൺ പോയിന്റ് അല്ലേ? പാട്ടൊക്കെ എന്താണ്. അതെ അതെ. അപ്പോൾ അടുത്തായിട്ട് തമിഴകത്തിന്റെ നടിപ്പിൻ നായകൻ സിംഗം സൂര്യ സാർ. അപ്പോൾ സൂര്യ സാർ നമ്മുടെ ഇതൈറ്റം വേറെ ഷോയിലേക്ക് വരികയാണ്. ഹായ്, വണക്കം.
எப்படி இருக்கீங்க மீனாட்சி? எப்படி இருக்கீங்க? நல்லா இருக்கேன் சார். நல்லா இருக்கீங்களா? ரொம்ப சந்தோஷமா இருக்கு. எனக்கு மலையாளம் ஷோவில் வரணும்னு ரொம்ப நாளாக நான் நினச்சிட்டு இருக்கேன். ஃப்ளவர்ஸ் இது ஐட்டம் வேறு, அப்படியே ஒரு வெரைட்டியான ஒரு ஷோ. அதோட ஷோ டைரக்டர் அர்ஜுன் சார் என்னை கூப்பிட்டாரு. சார் நீங்கள் வரணும் அப்படின்னு சொன்னார். என்னோட புது படம் கருப் நெக்ஸ்ட் மந்த் ரிலீஸ் பண்ண போகிறோம். அதோட கொஞ்சம் பிஸியாக இருந்தது. ஆனாலும் மலையாளம் ஷோன்னா எனக்கு ரொம்ப பிடிக்கும். உங்களெல்லாம் நான் உங்களை பார்த்துருக்கேன், ரொம்ப பிடிக்கும். மலையாளிங்கன்னா எனக்கு ரொம்ப பிடிக்கும். இங்கே வர்றதுக்கு ஒரு சான்ஸ் கிடைச்சல ரொம்ப സന്തോഷം. താങ്ക് യു ബായ് ബായ്. ഞാനൊരു കടുത്ത സൂര്യ ആരാധകനാണല്ലേ? ഒരു പേഴ്സണൽ ടച്ച് അതിൽ കാണാൻ പറ്റുന്നത്. ആരാ ചേട്ടാ അടുത്തത്? അടുത്തതായിട്ട് തമിഴകത്തിന്റെ സ്റ്റൈൽ മന്നൻ രജനി സാർ. ഓ, பொதுவாக நான் எந்த ஃபங்க்ஷனுக்கு போகிறது கிடையாது. இந்த மேடையில் உட்காந்துருக்கும் தாய்மார்கள, குழந்தைங்கள, அப்புறம் ஷாஜு சார், பிரஜோ சார், நசீர் சார், அப்புறம் தங்கச்சி மீனாட்சி, எப்படி இருக்கேன்? நல்லா இருக்குங்களா? நல்லா இருக்கு சார். நீங்க எப்படி இருக்கு? நான் நல்லா இருக்கேன், நல்லா தான் இருக்கேன். என்னோட புதுப்படம் ஜெயிலரோட ஷூட்டிங் போயிட்டு இருக்கேன். லால் சார் கூட ஒர்க் பண்ணேன். ரொம்ப நல்ல எக்ஸ்பீரியன்ஸ். அது ஒரு தரமான எக்ஸ்பீரியன்ஸ். நாங்கள் வரும்போது இதோட க்ரூ தான் பார்த்தேன். இது ஐட்டம் வேறு, அதோட டைட்டிலாக ஒரு வேற மாதிரி. எப்படி நல்லா இருக்கு. அப்புறம் அதோட கேமராமேன்ஸ், ஆர்ட் டிபார்ட்மெண்ட் எல்லாம் அப்படியே தரமான ஒரு சம்பவமாக இருக்கு. அந்த க்ரூ மெம்பர்ஸ் எல்லாருக்கும் என்னோட வாழ்த்துக்கள். ஓகே, நீங்கள் நல்லா இருங்க. ഒരു കാര്യം ശ്രദ്ധിച്ചോ? പ്രമോദിന്റെ ആക്ച്വൽ സൗണ്ട് ഭയങ്കര ഡിഫറെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാം ഭയങ്കര പെർഫെക്ഷൻ. സോ ഗുഡ്, സോ ഗുഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തതിന്റെ തന്നെ മരുമകൻ ധനുഷ്. ഓക്കെ, ഇപ്പോൾ ധനുഷ് സാറാണ് ഈ വേദിയിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കും? ஆக்சுவலா நான் கொஞ்சம் பிஸியாக இருந்தேன். ஆனால் அர்ஜுன் சார் என்னை கூப்பிட்டாரு. நாங்கள் திக் ஃப்ரெண்ட்ஸ். கொஞ்சம் பிஸியாக இருந்தேன். ஆனாலும் நான் ஃப்ளவர்ஸில் பார்க்குற ஒரு ப்ரோக்ராம் இது ஐட்டம் வேறு தான் எனக்கு ரொம்ப பிடிக்கும். அதோட ஆர்டிஸ்ட் அவர் நடிப்பு சான்ஸே இல்லை. நடிக்கிறதுல பெரிய விஷயம் என்னென்னா காமெடி ஒர்க் பண்ணுறது தான். அது ரொம்ப கஷ்டமான விஷயம். ஏன்னா நம்ம பார்க்குறவங்க சிரிக்கணும், அந்த சிரிக்க வைக்கிறாங்க எங்கள் ஆர்டிஸ்ட்டுங்கெல்லாம். அது ரொம்ப கடினமான ஒரு விஷயந்தான். ஆனால் அவர் பண்ணும்போது அது தரமாக இருக்கு. ரொம்ப சந்தோஷம். தேங்க்யூ ஸோ மச். ധനുഷ് സാർ, താങ്കളുടെ ലെങ്തി ഡയലോഗ് സിനിമയിൽ ഒന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട് സാർ. ധനുഷ് സാർ പ്ലീസ്. வேலையில்லா பட்டதாரி மூவியில் நான் கண்டிப்பாக அது ஒரு லெங்தி டைலாக் தான். பிரஜோ சாருக்காக டெடிகேட் பண்ணுறேன் எல்லாருக்குமே. ஓகே சார். ஏண்டா வெள்ளப்பன், எந்த வேலையும் செய்யாமல் தகுதியான படிப்பும் இல்லாமல் உங்கள் அப்பா பணக்காரங்கிற ஒரே காரணத்தினால நோகாமல் நேராக முதல்ல சீட்டில் உட்கார்ந்த உனக்கே அவ்வளோ திமிரு இருக்கு. அப்பா அம்மா கஷ்டப்பட்டு ஸ்கூலுக்குள்ளே டொனேஷன் கட்டி எல்கேஜிலேருந்து 10வது வரைக்கும் ஃபெயில் ஆகாமல் படித்து 10ஆவதுல ஈஸியான குரூப் எல்லாம் விட்டுட்டு இந்த குரூப் எடுத்தால் தான் இன்ஜினியராக முடியும்னு கஷ்டமான குரூப்பாக எடுத்து ஃபிசிக்ஸ்க்கு ஒரு டியூஷன், கெமிஸ்ட்ரிக்கு ஒரு டியூஷன், மேக்ஸுக்கு ஒரு டியூஷன், ரோடோட அலைஞ்சு பெற்றவங்கள வேறு ரோடோட அலைய விட்டு பப்ளிக் எக்ஸாமில் பாஸ் ஆகிறதுக்கு நைட்டெல்லாம் ஃப்ளாஸ்கில் டீ வச்சு படித்து காலையில் அலம் வச்சு இருந்துச்சு படித்து அதில் வாங்குற கட் ஆஃப் மார்க் யூஸ்லெஸ்ஸாக போய் அம்மா நகை அடமானம் வச்சு காலேஜில் சீட் வாங்கி ஃபஸ்ட் இயர் வச்சு அரியெல்லாம் 4th இயரில் மொத்தமாக கிளியர் பண்ணி இந்த சொசைட்டிக்குள்ள நுழைஞ்சு அந்த சொசைட்டி என்ன வேலையிலேருந்து செருப்பால் அடித்து ரோடோட வேலை தேடி அலைஞ்சு 3 வருஷம் 4 வருஷம் வீட்டில் தண்டமாக உட்கார்ந்த அப்பா என்ன தண்டச்சோறு திட்டி சாப்பிட்ற ஒவ்வொரு சாப்பாடு தொண்டையில் சிக்கி வலிச்சு இறங்கி எவனோ ஒரு புண்ணியவான் கடைசியில் ஒரு நல்ல மனுஷனுக்கு வேலை கொடுத்து அதையும் பிடிங்கன்னு நினைக்கிறேன். உன்ன மாதிரி ஒரு புறம்போக்கெல்லாம் சமாளித்து இன்னைக்கு முன்னாடி இன்னும் பேசிட்டு இருக்கிற வேலையில் பட்டதாரி எனக்கு எவ்வளோ திமிரா இருக்கும். അത് ധനുഷ് സാറിന് ശബ്ദം എടുത്തപ്പോ ഒരു ബോഡി ലാംഗ്വേജ് കൂടെ വന്നു എന്നുള്ളതാണ്. അല്ല, ആക്ച്വലി നേരത്തെ സംസാരിച്ചതിനേക്കാളും നമുക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ ഒരു അടിപൊളി. അപ്പോൾ അടുത്തായിട്ട് തമിഴകത്തിലെ பிரபு சார் ഉണ്ട്. ஓகே எல்லாருக்கும் வணக்கம். நான் பிரபு பேசுகிறேன். ரொம்ப நாளுக்கு அப்புறம் தான் ஒரு மலையாளம் ஷோவில் வருது. ஃப்ளவர்ஸ் காமெடி இது ஐட்டம் வேறு. ரொம்ப நல்ல எக்ஸ்பீரியன்ஸ் இங்கே வந்தப்போ. ஏன்னா காமெடி பண்ணுறது ரொம்ப கஷ்டமான விஷயந்தான். இங்கே ஆர்டிஸ்டுங்கெல்லாம் ரொம்ப ஈஸியாக பண்ணுறாங்க.
இங்கே வர்றதுக்கு சான்ஸ் கிடைச்சல ரொம்ப சந்தோஷம். தேங்க்யூ ஸோ மச். സൂപ്പർ. താങ്ക് യു. അടുത്തതായിട്ട് ഡയലോഗാണ് ലൈവ് വേഴ്സിലും പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയ മൂവിയിലെ കുറച്ച് ഡയലോഗ്. മലയാളം കേൾക്കാൻ വേണ്ടി. അതെ. ദർശന 4 വർഷം നമ്മളിവിടെ ഉണ്ടാവും. 4 അക്കാഡമിക് ഇയേഴ്സ് ഒരുമിച്ച് കിട്ടിയ ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞ് 800 ദിവസം അതിൽ 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. നേരത്തെ പറയാമെന്ന് ആലോചിച്ച് പിന്നീട് റിയാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ഐ എം കം സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഐ എം ക്രേസി അബൌട്ട് യു. ഐ ഫീൽ ലൈക്ക് നിന്റെ സോൾ. നിന്റെ ഉള്ളിലിനെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ആലോചിച്ചോളൂ. പക്ഷെ ഒരുപാട് സമയം എടുക്കരുത്. ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. അയ്യോ, അധികം ആരും നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല പ്രണവ് മോഹൻലാലിനെ. ആ വോയിസിൽ ഭയങ്കര എക്സ്പ്രഷൻ, അത് അതേപോലെ കൊണ്ടുവന്നു. താങ്ക് യു. കാർത്തിയുടെ വോയിസ് ചെയ്യും. കണ്ടോ? കാർത്തി സാറിന്റെ പരുത്തി വീരൻ മൂവില് ഡൺ ഡൺ ഡൺ. நல்லா இருமா அப்படியா இருப்பாங்க. நாங்களும் தான் கிறுத்து இப்பெல்லாம் ரேடியோவில் வர ஒரு லவ் பாட்டாக தான் கேட்க பிடிக்குது. புல்லடித்தும் போதை இல்லை, புல்லல் பீர் அடித்தும் கிக் இல்லை, கள்ளு கொடுத்தும் தூக்கம் இல்லை, கண்ணை மூடுனா கனவில நீ தானே, வேற யாரு வருவா? ഏയ് പോടാ. അതുപോലെ വിക്രം സാറിന്റെ അദ്ദേഹത്തിന്റെ രാവണൻ മൂവി கண்ணை கட்டி போனப்போ கூட இவ்வளோ வருத்தப்படலையே. திரும்பி வந்தோண்டு மட்டும் ஏற்பட்டு சந்தோஷமா இருக்கு. அழாதுங்க, முழுவுங்க. நடிச்சு பொம்பளைங்க அழுதா பிடிக்காது. மெர்சல் வந்துருச்சு, போச்சு வந்துருச்சு. എന്റെ ചേട്ടാ സമ്മതിച്ചു. താങ്ക് യു. അടിപൊളി അല്ലേ? വിക്രം എൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ എന്നെ വീണ്ടും മീറ്റ് ചെയ്യിപ്പിച്ചത് ഫ്ലവേഴ്സ് ആയിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചായിരുന്നു ഫ്ലവേഴ്സ്. പ്രമോദ് പ്രിൻസ് ഏറ്റവും കൂടുതൽ ഷോ ചെയ്യുന്ന കേരളത്തിലാണോ അതോ തമിഴ്നാട്ടിലാണോ? കേരളത്തിലാണ്. ഇവിടെ ആരും അങ്ങനെ ചെയ്യില്ല. കാര്യം നമ്മുടെ മലയാളത്തിലെ ഉള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും 1-2 പേരുടെ വോയിസ് പറയുന്നല്ലാതെ ഫുള്ള് തമിഴ് മാത്രം തിരഞ്ഞെടുത്ത് പറയുകയില്ല. പക്ഷെ നിങ്ങൾ ആ കാര്യത്തിൽ അഗ്രഗണ്യനാണ് കേട്ടോ. അല്ല, അത് എനിക്ക് തോന്നുന്നത് നല്ല ഇതാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് സിനിമകളെല്ലാം എല്ലാവരും എല്ലാ സിനിമയും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് ഗുണം. പിന്നെ പ്രമോദ വോയിസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളൊരു പ്രാവശ്യം കണ്ടതാണെങ്കിൽ പോലും ഇപ്പോഴും ആ പെർഫെക്ഷൻ കൂടി എന്നല്ലാതെ ഒരു സ്ഥലത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. കാര്യം അതൊരു പ്രാക്ടീസ്, അതിങ്ങനെ നിന്ന് പോകുന്നു. പിന്നെ നമ്മൾ ഞെട്ടിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയാം, ധനുഷിന്റെ ആ ഡയലോഗ് ഒരു രക്ഷയില്ല. അതെ, അല്ല ധനുഷും അത് പ്രോംപ്റ്റ് ചെയ്യാതെ പറയാൻ പറ്റുള്ളൂ. അത് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാം ഭയങ്കര ലൈഫായിരുന്നു. ഭയങ്കര കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫോട്ടോഗ്രാഫറും കൂടെയാണോ? അതെ, വീഡിയോഗ്രാഫറാണ് ചേട്ടനും ഞാനും ഉണ്ട്. പേര് പോലെ തന്നെ പ്രമോദേ, ഇനിയും ഒരു പ്രിൻസായി തന്നെ നിൽക്കട്ടെ ഈ ഫീൽഡിൽ. ഇമിറ്റേഷൻ, ഈ പറയുന്ന മിമിക്രി ഒരു പ്രിൻസായി തന്നെ മുമ്പോട്ട് പോട്ടെ. ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പൊ താങ്ക് യു ചേട്ടാ. വീണ്ടും വരണം നമ്മുടെ ഐറ്റം വേറെ വേദിയിൽ കേട്ടോ. അപ്പൊ വീണ്ടും കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടിയിട്ട് ബൈ ബൈ. കൂടുതൽ ചിരികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudesh, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.